പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജി കൊലക്കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുനൽകണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം ഹോസ്ദുർഗ് കോടതി തള്ളി. അതിനിടെ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കാസർഗോഡ് ജില്ലാ കോടതി ജനുവരി 4 മാറ്റിവെച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. പ്രവാസി വ്യവസായിയായിരുന്ന പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുനൽകണമെന്നപേക്ഷിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ DCRB DYSP KJ ജോൺസൺ നൽകിയ അപേക്ഷയാണ് ഹോസ്ദുർഗ് കോടതി തള്ളിയത്. ഒന്നാം പ്രതിയായ ഉബൈസ്, രണ്ടാം പ്രതി മാങ്ങാട് കൂളിക്കുന്നിലെ താമസക്കാരിയായ ജിന്നുമ്മ എന്ന ഷമീമ, പൂച്ചക്കാട്ടെ അസ്നീഫ, മധൂരിലെ ആയിഷ എന്നിവരെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ സമീപിച്ചിരുന്നത്. പ്രമാദമായ കേസിൽ കഴിഞ്ഞ ഡിസംബർ 3 4 പ്രതികളെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അതേസമയം കൊല്ലപ്പെട്ട ഗഫൂർ ഹാജിയുടെ ഭാര്യ കേസിൽ കക്ഷി ചേർന്നു. ഇവർക്കായി കോഴിക്കോട്ടെ മുതിർന്ന അഭിഭാഷകൻ മുഹമ്മദ് സഹീറാണ് കോടതിയിൽ ഹാജരായത്. ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്നും നഷ്ടമായ 596 പവൻ സ്വർണ്ണാഭരണങ്ങളിൽ 100 പവൻ സ്വർണം മാത്രമേ ഇതുവരെ കണ്ടെടുക്കാനായിട്ടുള്ളൂ. ബാക്കി സ്വർണം കൂടി കണ്ടെടുക്കണമെങ്കിൽ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടേണ്ടതുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. എന്നാൽ ഇതു സംബന്ധിച്ച അപേക്ഷ കോടതി തള്ളിയതോടെ തെളിവെടുപ്പ് സംബന്ധിച്ച് വ്യക്തത ഇല്ലാതെയായി. അതിനിടെ പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കാസർഗോഡ് ജില്ലാ കോടതി ജനുവരി 4 മാറ്റിവെച്ചു. 2023 ഏപ്രിൽ 14 പുലർച്ചെയാണ് ഗഫൂർ ഹാജി കൊല്ലപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.